ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 52-ാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അധ ശ്രീമദ് ഭഗവത്ഗീതായ സാഖ്യയോഗോ നാംനേ ദ്വിതീയോധ്യായേ ദ്വിപഞ്ചവിംശ ശ്ലോകഃ. യദാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്താസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. അല്ലയോ അർജുന, എപ്പോഴാണോ നിന്റെ ബുദ്ധി മോഹരൂപമായ വൈഷമ്യത്തെ മറികടക്കുന്നത്, അപ്പോൾ കേൾക്കേണ്ടതിനെയും കേട്ടതിനെയും കുറിച്ചു നീ ഉദാസീനനായിത്തീരുന്നു. നാമത്തിലേക്ക് പോകാം. നാമം 495. മണിപൂരാബ്ജ നിലയ. മണിപൂരമാകുന്ന അബ്ജത്തിൽ നിലയം കൊണ്ടിട്ടുള്ളത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയെ മണിപൂരാബ്ജ നിലയ എന്ന് വിശേഷിപ്പിക്കുന്നു. കണ്ഠവും ഹൃദയവും താണ്ടി നാം നാഭീദേശത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ വയറ് ആരംഭിക്കുന്ന ഭാഗം, അതായത് നെഞ്ചും വയറും കൂടിച്ചേരുന്ന ഡയഫ്രം മുതൽ നാഭി വരെയുള്ള സ്ഥാനം, ഈ ശക്തി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഈ നാമം മുതൽ നാമം 503 വരെയുള്ള 9 നാമങ്ങൾ ആ ഭാഗങ്ങളെയാണ് വിഭാവനം ചെയ്യുന്നത്. ചക്രവർണ്ണനയിൽ നോക്കുമ്പോൾ 2 ചക്രങ്ങളായിക്കൊണ്ട് നെഞ്ചിൻ്റെ അവസാന ഭാഗത്തായിട്ട് മുമ്പിലും പിറകിലുമാണ് ഇത് നിലകൊള്ളുന്നത്. സപ്തധാതുക്കളിൽ 3ാമനായ മാംസധാതുവാണ് നാമത്തിലൂടെ വിഷയീഭവിക്കുന്നത്. മാംസധാതുവും നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് പുഷ്ടിപ്പെടുന്നത്. കഴിക്കുന്ന ഭക്ഷണം വയറിൽ വെച്ചാണ് വിഘടിക്കുന്നതും മറ്റു ധാതുക്കളുമായി ചേർന്നതും, അല്ലേ? അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏറെ പ്രാധാന്യമുണ്ട്. അർത്ഥവ്യാപ്തിയോട് സമീപിക്കുമ്പോൾ ജലജാതമായ ചെറിയ ഗോളകകൾ പോലെയുള്ള പൂരണങ്ങളിൽ നിലയമായിട്ടുള്ളവളാണ് മണിപൂരാബ്ജ നിലയ എന്ന് പറയണം. നമ്മുടെ കരൾ, ആമാശയം, വൻകുടലിൻ്റെ തുടക്കം, ചെറുകുടൽ, ഇവയെല്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ ചെറിയ ചെറിയ ഗോളങ്ങൾ പോലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള നാഭി പദ്മത്തെ മറ്റൊരു ദേവിയുടെ ആവാസമായി കാണുകയാണ്. മണിപൂരം എന്ന ആധാരപദ്മത്തിൽ നിലയം കൊള്ളുന്നുവെന്ന വ്യാഖ്യാനം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആധാര ചക്രങ്ങളിലേക്ക് പ്രവേശിക്കാം. മൂലാധാരവും സ്വാധിഷ്ഠാനവും 1-ാം ഖണ്ഡം, മണിപൂരവും അനാഹതവും 2-ാം ഖണ്ഡം, ആജ്ഞയും വിശുദ്ധിയും 3-ാം ഖണ്ഡം. ഇതിൽ മണിപൂരവും സ്വാധിഷ്ഠാനവും ചേരുന്ന ഭാഗത്തെ അഗ്നിമണ്ഡലം എന്നും പറയുന്നുണ്ട്. അവിടെയാണ് ദഹനം നടക്കുന്നത്. അതിനായിട്ടുള്ള പരിപാലന കേന്ദ്രമാണ് മണിപൂരം എന്ന് പറയാം. 10 ഇതളുകളോടെ കൃഷ്ണവർണ്ണത്തിലുള്ള ഒരു താമരപ്പൂവാണ് സങ്കല്പം. അതിൻ്റെ ബീജാക്ഷരം അഗ്നിതത്വമായ രം ആണ്. ഈ അഗ്നിമണ്ഡലവും മണിപൂരവും ചേർന്നിട്ടാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഭൗതിക ഘടന രൂപീകരിക്കപ്പെടുന്നത്. മറ്റൊരു വിവരം അനുബന്ധമാക്കുമ്പോൾ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലുള്ള അരുണാചലേശ്വര കോയിൽ ഇങ്ങനെ അഗ്നിതത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത്. തികഞ്ഞൊരു യോഗിക്ക് ഇഷ്ടാനുസരണം തൻ്റെ ആധാരചക്രങ്ങളെ സ്ഥാനം മാറ്റുവാൻ സാധിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. തൻ്റെ നാഭിയിൽ സ്ഥിതി ചെയ്യുന്ന മണിയുടെ ആകൃതിയിലുള്ള നാഡി നല്ലൊരു യോഗിക്ക് തിരിച്ചറിയാനാകുമെന്ന് യോഗ ചൂടാമണ്യുപനിഷത്ത് പ്രസ്താവിക്കുന്നു. നാം ഈ പ്രസ്താവിച്ച എല്ലാ ആധാരചക്രങ്ങൾക്കും ചലനാത്മകതയുണ്ട്. അതിൽ മണിപൂരത്തിൻ്റെ ചലനാത്മകത മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതലാണ്. കായികാഭ്യാസികൾക്ക്, പ്രത്യേകിച്ച് കളരി പോലെയുള്ള ആയോധന കലകളിൽ പ്രാവീണ്യമുള്ളവർക്ക് ഇത് അനായാസം സാധിക്കുന്നതാണ്. കാരണം മണിപൂരത്തെ ഇങ്ങനെ സ്ഥാനം മാറ്റുമ്പോൾ മർമ്മം മാറുകയും അപ്പോൾ അവിടെ ഏൽക്കുന്ന ആഘാതങ്ങളെ അനായാസം മറികടക്കുവാനും സാധിക്കുന്നു. കൂടാതെ ശരീരത്തിലെ 72,000 നാഡികൾ കൂട്ടിമുട്ടുകയും വീണ്ടും വിവിധ തരങ്ങളിൽ വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം മണിപൂരമാണ്. അതുകൊണ്ട് തന്നെ മണിപൂര സാധന വിജയിച്ച ഒരു വ്യക്തിക്ക് തൻ്റെ മുഖത്തിൽ കൂടെയല്ലാതെ ശബ്ദബ്രഹ്മത്തെ പ്രവഹിപ്പിക്കുവാൻ കഴിയും എന്നും പറയുന്നുണ്ട്. ജപം, തപം എന്നിവയ്ക്ക് ശേഷമുള്ള അജപം എന്നൊരവസ്ഥയായിട്ടും അതിനെ മുമുക്ഷുക്കൾ നിർവചിക്കുന്നു.
മറ്റനേകം ചെറുഗോളങ്ങളാൽ ചുറ്റപ്പെട്ട് ജലജാതയായ ഭൂമിയെ കൂടെ അർത്ഥതലത്തിലൂടെ സ്വീകരിക്കാം. കാരണം അനേകം അർത്ഥങ്ങളുണ്ട് ഒരു നാമത്തിൽ തന്നെ. കൂടാതെ ഭൂമി നീരിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. നാമം ഇവിടെ അവസാനിപ്പിക്കാം. നാഭിയെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ നാമം പൂർത്തിയായിത്തീരുന്നത്. നമസ്കാര ശബ്ദം. ഓം മണിപൂരാബ്ജ നിലയായി നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി. ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓം